ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിലിപ്പോൾ വ്യക്തത വരുത്താൻ പോലീസ് ശ്രമിക്കുകയാണ്. പ്രതി ഹരികുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മൊഴികളിലെ വൈരുദ്ധ്യം വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. ഹരികുമാറിനെയും പൂജാരി ദേവിദാസനെയും ഒരുമിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്യുക. ശ്രീധുവിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതികളിലും പോലീസ് വിശദമായ അന്വേഷണം നടത്തും. അരുൺ സോളമൻ ചേരുന്നു നമുക്കൊപ്പം. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. അരുൺ, പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നത് ഈ ബാലരാമപുരത്ത് എന്തായി, വ്യക്തത വന്നോ തുടങ്ങിയ കാര്യങ്ങളാണ്. പല കെട്ടുകഥകളും നാട്ടിലെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, പാണന്മാർ പല പാട്ടുകളും പാടി നടക്കുന്നുണ്ട്. പക്ഷേ വസ്തുത എന്താണ് എന്നുള്ളത് പോലീസിന് ഇനിയും അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. കൊലപാതകം നടത്തിയയാളെ കിട്ടി, പക്ഷേ അതിനു പിന്നിലെ മോട്ടീവ് ഉറപ്പിച്ചു പറയാൻ പോലീസിന് കഴിയുന്നില്ലല്ലേ? അതിൽ വ്യക്തത വരുത്താൻ ആയിരിക്കുമല്ലേ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമ്പോഴുള്ള നീക്കം? അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായിട്ടും, കാരണം 1.5 ദിവസം കസ്റ്റഡിയിലിരുന്ന പ്രതി ഏറ്റവും ഒടുവിൽ അദ്ദേഹം റിമാൻഡിലാവുമ്പോഴും പോലീസിന് ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു കാരണം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ ഈ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 3ാം കോടതിയിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ നെയ്യാറ്റിൻകര ഈ ജയിലിൽ നിന്നും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. ഈ പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ ഇദ്ദേഹത്തെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ അന്വേഷണ സംഘത്തിനുള്ളത്. ഇദ്ദേഹത്തെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം പ്രധാനമായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇന്ന് വരുന്ന മണിക്കൂറുകൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക. കാരണം നേരത്തെ ഈ പോലീസിന് ഈ പ്രതിയെ കിട്ടിയ സമയത്ത് ഇദ്ദേഹം നൽകിയ മൊഴികളിൽ വളരെയധികം വൈരുദ്ധ്യമുണ്ടായിരുന്നു. പോലീസിനെയും അന്വേഷണ സംഘത്തെ ഒന്നടങ്കം കുഴപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ ഹരികുമാർ നൽകിയ മൊഴികളടക്കം. പ്രധാനമായിട്ടും അദ്ദേഹം ഈ കുറ്റം കൃത്യം ചെയ്തു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്താണ് മോട്ടീവ് എന്നുള്ളത് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന സമയത്ത് ഇത് കണ്ട സാക്ഷികളോ അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകളോ കണ്ടെടുക്കാനായിട്ട് ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു എന്ന് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ കൊല നടന്നിട്ട് ഇപ്പോൾ ഈ 5 ദിവസം ആയിരിക്കുന്നു. 30-ാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഈ കേസിൽ ഈ പ്രതിയായിട്ടുള്ള ഹരികുമാറിന് പുറമെ മറ്റൊരു പ്രതിയായിരിക്കുന്നത് അമ്മയാണ്. പക്ഷേ അത് കുഞ്ഞിൻ്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടല്ല, സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ അമ്മയെ ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം ഈ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നില്ല. കാരണം ഈ ഹരികുമാറിനെ മാത്രം കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് താൻ നീങ്ങിയതെന്നുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരാൾ ഈ ശംഖുമുഖം ദേവിദാസനാണ്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഒരു ആരോപണം അമ്മ ഉന്നയിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡിൽ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധു കുടുങ്ങുകയും ഏറ്റവും ഒടുവിൽ ഇവർ റിമാൻഡിലാവുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദേവിദാസന് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ, കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് സാമ്പത്തിക തട്ടിപ്പുകൾ എങ്ങനെയാണ് സ്വാധീനിച്ചത് അടക്കമുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് തുടരുക. കഴിഞ്ഞ 3 ദിവസങ്ങൾ ദേവിദാസനെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അതിലൊക്കെയും അദ്ദേഹം ഈ കൊലയുമായി ബന്ധപ്പെട്ട് ഏതൊന്നും തന്നെ അംഗീകരിക്കുന്ന ഒരു നിലപാടല്ല ആയിരുന്നില്ല ദേവിദാസൻ നൽകിയത്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദേവിദാസന്റെ മൊഴി. പക്ഷേ ഇനി ഹരികുമാറിന്റെ മൊഴിയാണ് നിർണായകമാകുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ താൻ എന്തുകൊണ്ട് കൊലപ്പെടുത്തി എന്നുള്ളൊരു കാരണം വ്യക്തമാക്കണം. ഇനി ഹരികുമാർ മാനസിക രോഗിയാണോ അല്ലയോ എന്നുള്ളത് ഇന്ന് എന്തായാലും വ്യക്തമാകും. കാരണം ഈ കേസിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം പോലീസ് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇദ്ദേഹം മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. ഇനി ഇത് കള്ളമാണെങ്കിൽ അതും ഇന്ന് തെളിയുന്ന ഒരു കാഴ്ചയായിരിക്കും ഇന്നത്തെ ദിവസം നിർണായകമാകുന്നത്.